അതുപോലെ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ സ്പോർട്സ് ബേർഡിങ്ങിലൊക്കെ പോകുന്നവർ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാകുന്ന ഒരു വാക്കാണ് എക്സ്റ്റെൻഡറുകൾ. എക്സ്റ്റെൻഡറുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ക്യാമറ ലെൻസിൻ്റെയും ബോഡിയുടെയും ഇടയിൽ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു പീസ് ഓഫ് ഗ്ലാസ് ആണ്. ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണോ അതിനെ ഇരട്ടിയോ അല്ലെങ്കിൽ 150% അല്ലെങ്കിൽ 200% ഡബിൾ ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എക്സ്റ്റെൻഡറുകൾ 1.5, 2 എന്നൊക്കെ പറഞ്ഞ് ഒരു 2-3 നമ്പേഴ്സിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ 2x ഒരു കൺവേർട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 600 mm ലെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക 1200 mm ആയിരിക്കും. അതുപോലെ 1.5 ആണ് നിങ്ങൾ കൺവേർട്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഒരു 100 mm ലെൻസ് ഉപയോഗിക്കുമ്പോൾ 150 mm ഫോക്കൽ ലെങ്ത് ആയിരിക്കും നിങ്ങൾക്ക് ആക്ച്വലായിട്ട് കിട്ടുക. അതേപോലെ അപ്പർച്ചറിലും ഇതിൻ്റെ വാല്യൂ മാറി വരും. നിങ്ങൾക്കിപ്പോൾ ഒരു 2.8 ലെൻസാണ് നിങ്ങൾ ഒരു 2x എക്സ്റ്റെൻഡറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പർച്ചറും അതുപോലെ ഡബിളായി പോകും. അതായത് ഒരു 2.8 ലെൻസാണെങ്കിൽ അതിൻ്റെ അപ്പർച്ചർ റേറ്റിംഗ് കിട്ടുക 5.6 ആയിരിക്കും. അപ്പോൾ എക്സ്റ്റെൻഡർ ഉപയോഗിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, എക്സ്റ്റെൻഡർ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾക്ക് എല്ലാ ലെൻസിൻ്റെ കൂടെയും ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടാമത്തേത് നിങ്ങളുടെ അപ്പർച്ചർ റേറ്റിങ്ങും ഓട്ടോമാറ്റിക്കായി ഡബിളായി പോകും. അതായത് വെളിച്ചം വളരെ കുറവായിരിക്കും അകത്തോട്ട് കടന്നു വരിക. അപ്പോൾ എക്സ്റ്റെൻഡറുകൾ അതുപോലെ മൗണ്ട് കൺവേർട്ടറുകളുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു പഴയ മാനുവൽ ലെൻസ് നിങ്ങളുടെ പുതിയ ക്യാമറയിൽ ഉപയോഗിക്കണമെങ്കിൽ, ഒരു പഴയ ക്യാനൻ്റെ FD ലെൻസുകൾ ഉപയോഗിക്കണമെങ്കിൽ FDയിൽ നിന്നും ഇപ്പോൾ എന്താണ് EF ലെൻസാണ്, EF മൗണ്ട് ആണെങ്കിൽ EFലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മൗണ്ട് കൺവേർട്ടറുകളും നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ്. എങ്കിലും അഡോപ്റ്ററുകൾ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരും. വളരെ വില കൂടിയ ഒരു ഡിവൈസാണിത്. ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി വെക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ വളരെയധികം സഹായിക്കുന്നതായിരിക്കും.